PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് ആയിട്ട് മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. മാത്സ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസിന്റെ നമ്മുടെ പേജ് നമ്പർ 53 കണക്കുകളാണ് ഇന്നലെ ചെയ്തത്. ഇന്നലെ നമ്മള് 3ാമത്തെ കണക്ക് ചെയ്തിരുന്നു അല്ലെ? എല്ലാവരും കണ്ടുപിടിച്ചോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ തന്നിരിക്കുന്ന തിയറി മാത്രം നോക്കിയാൽ മതി. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇതിന്റെ ഈ സർക്കിളിന്റെ നമുക്ക് ഈ സെന്റർ ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ നോക്കാൻ പറഞ്ഞ ചാപം AC അല്ലെ? AC എന്ന് പറഞ്ഞാൽ ചാപത്തിൽ നിന്ന് പോയിരിക്കുന്ന 40 ഡിഗ്രി ആണെങ്കിൽ AC-യുടെ ശിഷ്ട ചാപത്തിലേക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോയിരിക്കുന്നത് ഇത് 20 ഡിഗ്രി അല്ലെ? അപ്പോ അതുപോലെ തന്നെ ഇത് 70 ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോയിരിക്കുന്നത് ഇത് എത്രയാണ്? 35 ഡിഗ്രിയാണ്. അത് രണ്ടും നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചിരുന്നു. ഇനി നമുക്ക് കാണേണ്ടത് ABC എന്ന് പറയുമ്പോ ABC ഈ 3 ആംഗിൾസ് ആ കിട്ടുന്നതിൽ Aയും Bയും കിട്ടി, പക്ഷെ C കിട്ടിയില്ല ABCയിലത്തെ അല്ലെ? പിന്നെ OBCയിലത്തെ 70 കിട്ടി, ബാക്കി ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ കിട്ടണം. അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ളത്, നമ്മൾ പറഞ്ഞിരുന്ന തിയറി ഉണ്ടായിരുന്നു, ഈ ആംഗിൾ C ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ ആംഗിൾ വരുന്നത് 180 മൈനസ് തിയറി നമ്മൾ പഠിച്ചതാണ്. ഇത് C ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 180 മൈനസ് എത്രയാണ്? C/2 ഡിഗ്രി ആണ് അല്ലെ? 180 മൈനസ് C/2. C അപ്പൊ എത്രയാണ്? 40 പ്ലസ് 70. C = നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 40 പ്ലസ് 70 എത്ര കിട്ടി? 110 കിട്ടി. അപ്പൊ 110ന്റെ പകുതി C/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? C/2 = 55. 110ന്റെ പകുതി അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഈ ആംഗിൾ ഫുള്ള് കിട്ടണമെങ്കിൽ 180 ഇവിടെ ആംഗിൾ C ഫുള്ളാണ് കേട്ടോ. ഈ കഷ്ണം രണ്ട് കഷ്ണം കൂടി കൂട്ടുമ്പോ ആംഗിൾ C കിട്ടണമെങ്കിൽ എത്രയാണ്? 180 മൈനസ് 55 അല്ലെ? 180 നിന്ന് 55 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇവിടെ 180 കുറച്ച് നോക്കാം. 180 മൈനസ് 55 എത്രയാണ്? ഇവിടെ 5 7 2 125. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടി 125 കിട്ടിയേ? ഇത് 125 കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് കിട്ടും. ഇത് 125 കിട്ടിയാൽ എങ്ങനെയാ? ഇവിടെ 35, ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഏത് ആംഗിൾസാ കണ്ടുപിടിക്കാം? ഇത് 125 ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടിക്കഴിഞ്ഞു? ഇനി ഇത് കിട്ടണം അല്ലെ? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിൽ നോക്കിയേ, ഇത് 125, ഇത് 35, ഇത് 20 കിട്ടി. ഇനി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോ നമുക്ക് ഇവിടത്തെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യാം? ഇത് രണ്ടും 70 അല്ലേ? ഇത് 70 ആണെങ്കിൽ ഇത് രണ്ടും ഐസോസെലസ് ട്രയാങ്കിൾ, റേഡിയസ് ആണ് കേട്ടോ. ആരം വരുമ്പോ ഈ ഒരു ആംഗിളും ഈ ആംഗിളും തുല്യമാണ് അല്ലെ? അപ്പോ 70 കഴിഞ്ഞാൽ 180 70 കുറച്ചാൽ ബാക്കി എത്ര കിട്ടുന്നത്? 110 ആണ് കിട്ടുന്നത് അല്ലെ? 180 70 കുറച്ചാൽ 110. ഈ 110 നമ്മൾ രണ്ടിനും ഈക്വൽ ആയിട്ട് കൊടുക്കണം. അപ്പൊ 110/2 എത്രയാ? 110/2 55 ഡിഗ്രി. 55. അപ്പൊ ഏതാണ് ഈ ആംഗിൾ? ഇത് ടോട്ടൽ ആണ്. ഞാൻ പുറത്തേക്ക് ഒന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ സ്ഥലമില്ല എഴുതാനായിട്ട്. ഇത് ഫുള്ള് നമുക്ക് കിട്ടി 125 കേട്ടോ. അത് നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചു. ഇതിന്റെ ഉള്ളിൽ എഴുതുമ്പോ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഇനി ഇത് 125 ആണെങ്കിൽ ഈ ആംഗിൾ ഇപ്പൊ എത്രയാന്ന് കിട്ടി നമുക്ക്? 55. ഇത് ഇവിടെയും 55 ആണ്. ഇവിടെ ഇത് ഫുള്ളായിട്ട് വരുമ്പോ എത്ര കിട്ടണം? 55 വരണം. മനസ്സിലായോ? കുറച്ചൊരു ഇത്ര ഡിസ്റ്റൻസ് ഒന്ന് ആലോചിക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഇത് 40 ആണെങ്കിൽ 40 പ്ലസ് 70 അതാണ് നമുക്ക് കിട്ടിയത്. എത്രയാണ്? 110 കിട്ടി അല്ലെ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 110 കിട്ടി. അപ്പോ ഈ ആംഗിൾ കാണണമെങ്കിൽ C/2 എന്നിട്ട് ചെയ്യാതെ C/2 എത്ര കിട്ടി? 55. അതിന് 180 കുറച്ചപ്പോ അതാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ 125 കേട്ടോ. ഈ ആംഗിൾ C ഫുള്ളായിട്ട് കിട്ടിയേക്കുന്നത് എത്രയാണ്? 125. അത് മറക്കരുത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ആംഗിൾ C 125 ആണ്. ഇനി നമ്മൾ ഇത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇത് 70 ആണെങ്കിൽ ഇത് 3ഉം കൂടി കൂട്ടിയാലാണ് 180. അപ്പൊ നമുക്ക് ഇവിടെ 70 കൂടിയാൽ 180 70 കുറയ്ക്കാം.
അപ്പൊ 110 കിട്ടും. 110 ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഇവിടെയും 55, ഈ ഫുള്ളും 55 ആണ്. അപ്പൊ ഈ ഒരു കഷ്ണം എത്രയായിരിക്കും? ഇത് ഫുൾ 55 ആണെങ്കിൽ ഇവിടെ 20 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്രയാണ് ബാക്കി വരുന്നത്? 35. അങ്ങനെയാണ് ഇത് 35 കിട്ടും. മനസ്സിലായോ? ഇതെത്ര കിട്ടി? ഇവിടെ 35. ഇത് 55 കിട്ടി. അപ്പൊ ഈ കഷ്ണം എത്രയായിരിക്കും? ഇത് 55 ആണ്. ടോട്ടൽ 125 അല്ലെ? 125 ആണ് ഫുള്ളായിട്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 125 നിന്ന് എന്ത് കുറയ്ക്കണം? 55 കുറച്ചാൽ ഇത് കിട്ടും. 55 കുറച്ചു. എത്ര കിട്ടി? 0. 12 5 പോയാൽ 7 അല്ലെ? അപ്പൊ ഇത് കിട്ടി. നമുക്ക് എത്ര കിട്ടി? 70 കിട്ടി. ഇനി ഏതാ കിട്ടാത്തത്? ഇനി ഈ ഒരെണ്ണം കൂടി കിട്ടാനുണ്ട് അല്ലെ? അതിന് നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റാം? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നോക്കിയേ, ഈ ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിള് ഇത് രണ്ടും റേഡിയസ് ആണ്. അപ്പൊ ഇവിടെ 35 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടി? 35. ഇത്രയും കിട്ടി. നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഒന്നും കൂടി പറഞ്ഞു തരാം. ഇത് 40, ഇത് 70 തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ 40ഉം 70ഉം കൂടി കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 110 കിട്ടി. ഈ 110ന്റെ പകുതി, അതാണ് C/2 മുകളിലേക്ക് പോകും. അതും ഇതും കൂടി കൂട്ടിയാൽ അനുപൂരകമാകണം. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ തിയറി ഉണ്ട്, ഡി സീക്വൽ എന്താണ്? 180 മൈനസ് C/2 ആണ്. സി എന്ന് പറയുന്നത് ഈ സെന്റർ ആംഗിൾ ആണ്. 110ന്റെ ബൈ 2 55. അങ്ങനെ 55നെ 180 കുറച്ചപ്പോ നമുക്ക് കിട്ടി ഇവിടെ എത്രയാണെന്ന്? 125. ആംഗിൾ സി 125 കിട്ടി. ഇനി ഓരോ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഒ സി ബി ഇതൊന്നും നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ഇത് മനസ്സിലാക്കി ചെയ്താൽ മതി. നമ്മൾ എഴുതാൻ പോവാണെങ്കിൽ ഓരോ ആംഗിൾസും. ഒ സി ബി എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നത്? ഇത് 70 ആണ്. ബാക്കി രണ്ടും കൂടി 180 മൈനസ് ചെയ്തപ്പോ 70 180 70 കുറച്ചപ്പോ 110 കിട്ടി. ആ 110നെ ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോ 55. മനസ്സിലായോ? ഇത് 55, ഇത് 55. അപ്പൊ ഇവിടെ 55 എഴുതി. ഇവിടെ 55 എഴുതണമെങ്കിൽ ഇത് 20 ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളത് എത്ര എഴുതിയോ? 55ന് 20 കുറച്ചാൽ ഇത് നമുക്ക് 35 കിട്ടി. കിട്ടിയില്ലേ? ഇത് 35 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അപ്പൊ ഇവിടെ 55 ആണെങ്കിൽ ഇത് എത്രയാ? 70. ഇത് 70 ആണെങ്കിൽ ഈ വർഷം 70 ആണ്. അപ്പൊ 35 പ്ലസ് 35 70 അങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലും ഇതും ഇതും റേഡിയസ് ആണ്. അപ്പൊ ഇവിടെ 35 ആണെങ്കിൽ ഇവിടെ 35 അങ്ങനെ കിട്ടിയില്ലേ? അപ്പൊ ഈ വശങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മൾ ഇത് എഴുതാൻ പോവാണ്. ഇത് നമ്മൾ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? നമ്മളോട് ചോദിച്ചിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾസ്? ഒ അല്ലെ എ ബി സിയും ഒ ബി സിയും രണ്ടും എഴുതാം. എങ്ങനെ എഴുതാം? എഴുതിക്കോ. ആദ്യം എ ബി സി എടുക്കുകയാണെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എവിടെയാ നോക്കിയേ? എ ബി സി. അതിലെ ആംഗിൾ എ എത്രയായിരിക്കും? ആംഗിൾ എ നോക്ക്. എ ബി സി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആംഗിൾ എത്രയാണ് ഇവിടെ? 35 ഡിഗ്രി അല്ലെ? പിന്നത്തെ ഏതാണ്? എ ബി സിയിലെ ബി എത്രയാണ്? ആംഗിൾ ബി. ഈ ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ. ഇവിടത്തെ ഈ 20 ഉള്ളൂ. അപ്പൊ എത്രയാണ്? 20 ഡിഗ്രി കിട്ടി. പിന്നെ അതിലെ സി ആംഗിൾ സി ഇസ് ഈക്വൽ ടു 70 പ്ലസ് 55 എത്ര കിട്ടി? 125 ഡിഗ്രി. മൂന്നും കിട്ടിയില്ലേ? ട്രയാങ്കിൾ എവിടെയൊക്കെ എടുക്കണേ നോക്ക്. എ ബി സി ഇതാണ് കേട്ടോ. അതിലെ ആംഗിൾ എ എഴുതി, ആംഗിൾ ബി എഴുതി, ആംഗിൾ സി എഴുതി. അടുത്ത ട്രയാങ്കിൾ ഒ ബി സി. ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യാം കേട്ടോ. എവിടെയൊക്കെ എടുക്കുന്നത് നോക്കിയേ? ഒ ബി സി. ഇത് ചെയ്യുന്ന സമയത്ത് ആംഗിൾ ഒ എത്രയാണ്? ആംഗിൾ ഒ എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി അല്ലെ? ഒ ബി സിയിലെ ആംഗിൾ ഒ 70 ഡിഗ്രി. ഇവിടുത്തെ ഈ സി എത്രയാണ്? ആംഗിൾ സി ഇവിടെ 55 ഡിഗ്രിയാണ്. ഇനി ബി എന്ന് പറയുമ്പോ ആംഗിൾ ബി
ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അല്ലേ? അപ്പൊ എത്രയാണ്? 55 ഡിഗ്രി. ഒ ബി സിയില് 70, 55, 55 എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അപ്പൊ അതിലത്തെ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ. ആംഗിൾ ഇത് മാത്രമേ ഇത്തിരി ടെസ്റ്റിംഗ്. അത് ഈ ഒരു ആംഗിള് ഡിയുടെ ഫോർമുല വെച്ച് തന്നെ ഡി എന്ന് പറഞ്ഞാൽ 180 മൈനസ് c/2. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു ക്ലോക്കാണ്. എല്ലാവരും വീട്ടിലും ക്ലോക്ക് കണ്ടിട്ടുണ്ടാവില്ലേ? ആ ക്ലോക്കിന്റെ ഒന്നൊരു ക്ലോക്ക് ഇമാജിൻ ചെയ്യാം കേട്ടോ. ഒരു ക്ലോക്കില് എല്ലാവരും ക്ലോക്ക് എങ്ങനെയാണ്? സർക്കിളിന്റെ ഷേപ്പല്ലേ ക്ലോക്ക്? ക്ലോക്ക് ഇപ്പൊ പല ഷേപ്പിലും ഉണ്ട് കേട്ടോ. സ്ക്വയർ ഉണ്ട്, ഏത് ഷേപ്പിലും. പക്ഷെ നമ്മളുടെ ക്ലോക്ക് സർക്കിളിന്റെ ഷേപ്പിലാണ്. സർക്കിളിന്റെ ഷേപ്പിൽ വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ക്ലോക്ക് നോക്കി? ആദ്യം ഇവിടെ 12, നേരെ ഇവിടെ എത്രയാണ്? 6, പിന്നെ ഇവിടെ എത്രയാണ്? 3, പിന്നെ ഇവിടെ എത്രയാ വരുന്നത്? 9 അല്ലെ? ഇനി ഇതിന്റെ ഉള്ളിൽ കൊടുക്കുക ഇവിടെ 1, 2, പിന്നെ ഇവിടെ 4, 5, 7, 8 ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ എത്രയാണ്? 10, 11 ഇത്രയും നമ്മൾ കൊടുത്തു. നമുക്ക് ക്ലോക്ക് ആയി കേട്ടോ. 10ക്ക് വരയ്ക്കാം. കിട്ടിയില്ലേ? ക്ലോക്കിന്റെ ഒരു ക്ലോക്ക് എന്ന് വെച്ച് ഉദ്ദേശിച്ച് നമുക്കൊരു സർക്കിൾ അത്രേ ആവശ്യമുള്ളൂ. പക്ഷെ അതിന്റെ ഉള്ളിൽ അവരൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ യോജിപ്പിച്ചിരിക്കുന്നത് നോക്കിയേ? 8ഉം 1ഉം കൂടി യോജിപ്പിച്ചേക്കാണ്. 8ന്റെ അവിടുന്ന് 1ലേക്ക് ഇവിടെ യോജിപ്പിച്ചേക്കുന്നു. ഇതാണ് അവർ യോജിപ്പിച്ചിരിക്കുന്നത്. പിന്നെ യോജിപ്പിച്ചിരിക്കുന്നത് 4ലേക്കാണ് കേട്ടോ. 8ൽ നിന്ന് 4ലേക്ക് ഇങ്ങോട്ട് യോജിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ട്രയാങ്കിൾ അവര് വരച്ചിരിക്കുന്നത്. 4 കിട്ടിയോ? ഇനി ചോദ്യം എന്താണെന്നൊക്കെ? 1, 4, 8 on the clock face are joined to make the triangle. Calculate the angles of the triangle. നമ്മളോട് പറഞ്ഞിരിക്കണേ ആദ്യം തന്നെ നമ്മളോട് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും നമ്മളോട് ഹൗ മെനി ഈക്വൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ മെനി ഈക്വലാറ്റഡ് ആംഗിൾസ് ആണെന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് എന്താണ് ആംഗിൾസ് കിട്ടണമെങ്കിൽ ഒരു നമ്മുടെ ക്ലോക്കിൽ എത്ര മിനിറ്റ് ഉണ്ട്? ടോട്ടൽ 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 1, 2, 3 അങ്ങനെ 12 ആയിട്ട്. അപ്പൊ ഈ 5 മിനിറ്റ് നമ്മൾ എന്താണെന്ന് നോക്കാം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആംഗിളാന്ന് വരുന്നത്? ഇവിടെ സെൻട്രൽ ആംഗിൾ ഇവിടെ വരുന്ന സമയത്ത് ഈ 5 മിനിറ്റ് നമ്മൾ നോക്കണം എത്രയാണെന്ന്. ടോട്ടൽ എത്രയാണ് ഒരു സർക്കിളിന്റെ ചുറ്റുമുള്ളത്? 360. അപ്പൊ 360നെ ഡിവൈഡഡ് ബൈ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ എത്രയാ? ഒരു സർക്കിളിന്റെ എത്ര ഭാഗങ്ങളുണ്ട്? 12 ഭാഗമുണ്ട്. അപ്പൊ 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര കിട്ടും? 3, 30. അപ്പൊ ഇവിടെ കിട്ടുന്നത് എത്രയാണ്? ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ക്ലോക്കിലെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതല്ലേ? നോക്ക് ഇവിടേക്ക് ഇങ്ങനെ വന്നു. ഇത് എത്രയാണെന്ന്? 30 ഡിഗ്രി ആണെന്ന്. ക്ലോക്കിലെ 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാം. ഓരോന്നിന്റെയും ആംഗിൾസ് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ ഉള്ളത് നോക്കെ. 1, 2, 3, 4. അപ്പൊ എത്ര 5 മിനിറ്റ് ഉണ്ട്? 1, 2, 3. 3 5 മിനിറ്റ് ഉണ്ട് അല്ലെ? 3 5 മിനിറ്റ് ആവുമ്പോ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയാണ് നമുക്ക് വരുന്നത്? ഓക്കെ, സെൻട്രൽ ആംഗിൾ കിട്ടാനാണ് കേട്ടോ. 5, 10, 15 3 5 മിനിറ്റുകളാണ്.
അപ്പൊ ഒരു 5 മിനിറ്റിന് 30 ഒരു 5 മിനിറ്റിന് 30 ഡിഗ്രി ആണെങ്കിൽ 3 5 മിനിറ്റ് വരുമ്പോ ഇവിടെ എത്ര കിട്ടി? 3 ഇൻറ്റു ഈ ആംഗിൾ കിട്ടാനായിട്ട് 3 ഇൻറ്റു 1 2 3 3 ഇൻറ്റു എത്രയാണ്? 30. അപ്പൊ എത്ര കിട്ടി? 90. അപ്പൊ ഈ ആംഗിൾ എത്ര കിട്ടി? 90 ഡിഗ്രി. 3 5 മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ ക്ലോക്കിൽ എത്രയാണ്? ഒരു 5 മിനിറ്റിന് 30 ഡിഗ്രി. 3 5 മിനിറ്റ് ആവുമ്പോ എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി അല്ലെ? അപ്പൊ ഇത് 90 ഡിഗ്രി കിട്ടിയില്ലേ? ഇത് 90 ഡിഗ്രി ആണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് എത്രയാണ്? സെന്റർ ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് കേട്ടോ. സെന്റർ ആംഗിൾസ് 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നേരെ കോംപ്ലിമെന്റ് ആർക്കിക്കുള്ളത് പകുതിയല്ലേ? അപ്പൊ നമ്മൾ അടുത്തത് നോക്കാം. ഇവിടെ നിന്ന് ഇവിടെ എത്രയാ? 1 2 3 4. ഇവിടെ എത്ര 5 മിനിറ്റുകൾ ഉണ്ട്? 4 5 മിനിറ്റ് ഉണ്ട്. ഒരു 5 മിനിറ്റിന് 30 അപ്പൊ 4 5 മിനിറ്റ് എന്ന് പറയുമ്പോ 4 ഇൻറ്റു 30 ഇവിടെ നിന്ന് എടുത്തോളം വരെ എത്രയാണ് വരുന്നത്? 120. അപ്പോ ഈ ആംഗിൾ എത്ര കിട്ടി? 120 ഡിഗ്രി. ഇനി അടുത്തത് ഇതാണ് കാണുന്നത് കേട്ടോ. ഇത് കാണണമെങ്കിൽ എത്ര ഉണ്ട് നോക്കിയേ? 8 1 9 1 2 3 4 5 എണ്ണം ഉണ്ട് കേട്ടോ. 5 30കളുണ്ട്. 5 30 ഓരോ 5 മിനിറ്റിന് 30. അപ്പൊ 5 ഇൻറ്റു 30 അപ്പൊ എത്ര കിട്ടി? 5 15 150. അപ്പൊ ഇത് കിട്ടി 150 ഡിഗ്രി. കിട്ടി എല്ലാവർക്കും? മനസ്സിലായില്ലേ? ഇത് 90, ഇത് 120, ഇത് 150. ഇനി നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇത് 90 ആണെങ്കിൽ 90 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? 45. ഞാൻ പുറത്തേക്ക് എഴുതാട്ടോ അത് കാണാൻ വേണ്ടിട്ട്. ഇവിടെ എത്രയാണ്? ഇത് 45. ഇതാണ് കേട്ടോ ഈ ആംഗിൾ. ഇവിടെ ഉള്ളിൽ എഴുതിയ തിരിയില്ല നിങ്ങൾക്ക്, അതിനാണ് ഇത് 45 ഡിഗ്രി. ഇനി ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? 120ന്റെ പകുതി 60 ഡിഗ്രി അല്ലെ? ഇത് 150 ആവുമ്പോ ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ 150ന്റെ പകുതി എത്രയാ വരുന്നത്? 75 അല്ലെ? ഇനി 3 ആംഗിൾസും കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എഴുതാം. എന്താ എഴുതേണ്ടത്? നമ്മുടെ ചോദ്യം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ കോണുകള് കണക്കാക്കാൻ. അപ്പൊ എല്ലാ ആംഗിൾസ് കിട്ടി. എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ആദ്യം ഇതാണ് നോക്കേണ്ടത് കേട്ടോ. എന്ന് പറഞ്ഞാൽ 12 5 മിനിറ്റ്. ഒരു ക്ലോക്ക് ഒന്ന് ശരിക്കും ഇമാജിൻ ചെയ്യുക. എല്ലാവർക്കും അറിയുന്നതാണ് ക്ലോക്കിന് എത്ര ഉണ്ട്? 12 സൂചികളുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റിന്റെ സൂചി എന്ന് പറഞ്ഞാൽ 1 നിന്ന് 2ലേക്ക് എത്താൻ, അല്ലെങ്കിൽ 12 നിന്ന് 1ലേക്ക് എത്താൻ അതിന് എത്ര ഡിഗ്രി വേണം? 30 ഡിഗ്രിയാണ്. അതെങ്ങനെ 30 ഡിഗ്രി എന്ന് നോക്കാം. 360 ടോട്ടൽ ഒരു സർക്കിളിന്റെ ഡിഗ്രി. അതിന് നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 30 കിട്ടി. അപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ എത്ര 5 മിനിറ്റുകൾ നോക്കിയാൽ മതി. ഇവിടെ 3 5 മിനിറ്റ് ആണ്. 1 2 3 3 5 മിനിറ്റുകൾ ഉണ്ട് അല്ലെ? 1 നിന്ന് 4ലേക്ക് എത്താൻ. അപ്പൊ അതെന്താണ്? 90 ആണ്. 90ന്റെ പകുതി 45. ഇനി അടുത്ത് ഇവിടെ എത്ര 5 മിനിറ്റ് എന്ന് നോക്കിയാൽ 1 2 3 4 4 5 മിനിറ്റുകൾ എന്ന് പറയുമ്പോ 4 ഇൻറ്റു 5 അല്ല, 4 ഇൻറ്റു 30 ആണ്. ഒരു 5 മിനിറ്റിന് 30 ഡിഗ്രി. അപ്പൊ 4 ഇൻറ്റു 30 ഇതെല്ലാം ഡിഗ്രികളാണ് കേട്ടോ. 4 5 മിനിറ്റുകൾക്ക് 30. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 120. അപ്പൊ ഈ ചാപത്തിന്റെ കേന്ദ്ര കോൺ 120 ആണെങ്കിൽ അതിൽ നിന്ന് പോയിരിക്കുന്ന ശിഷ്ടചാപം മറുചാപത്തിലെ കോൺ 60 ഡിഗ്രി. കിട്ടിയില്ലേ? അതുപോലെ തന്നെ ഇനി ഇവിടെ നോക്കാം. 1 2 3 4 5 5 മിനിറ്റുകൾ ഉണ്ട്. 5 5 മിനിറ്റ് വരുന്ന സമയത്ത് 5 ഇൻറ്റു 30. അപ്പൊ നമുക്ക് 150 കിട്ടി. ഇത് 150 ആണെങ്കിൽ അതിന്റെ പകുതി 75. ഇനി നിങ്ങൾ എഴുതി വെക്കുക, ആംഗിൾസ് എഴുതി വെക്കുക. ഇവിടെ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ A B C. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ പേര്? ഒന്നും തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നിട്ട് പേര് കൊടുത്തിട്ട് എഴുതി വെക്കുക. ആംഗിൾ A is equal to എത്രയാണ്? ഇവിടെ 45 ഡിഗ്രി. ആംഗിൾ B is equal to എത്രയാണ്? 75 ഡിഗ്രി. പിന്നത്തെ ആംഗിൾ C is equal to 60 ഡിഗ്രി. കിട്ടിയില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? 3 ആംഗിൾസ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതിൽ കുറച്ചും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത്
അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കണേ, ഹൗ മെനി ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ക്യാൻ ബി ഡു? എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾസ് നമുക്ക് ഇതിന്ന് വരയ്ക്കാൻ പറ്റുമെന്ന്. എത്ര ഇക്വലാറ്റർ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം കേട്ടോ, 3 വശങ്ങളും തുല്യമായിട്ടുള്ളത് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? എല്ലാവരും വരച്ചു നോക്കാം കേട്ടോ. ഇന്ന് നമ്മളിപ്പോ ഇവിടെ ക്ലാസ് അവസാനിക്കുകയാണ്. നാളെ എടുക്കുന്ന സമയത്ത് അതിലേക്ക് നിങ്ങൾ എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. റഫായിട്ട് നിങ്ങളൊന്ന് വരച്ചു നോക്കിയാൽ മതി. നാളെ ഞാൻ പറഞ്ഞു തരാം അത് എങ്ങനെയാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾസ് വരയ്ക്കേണ്ടത്. 3 വശം തുല്യമാണ്, അപ്പൊ ഈക്വൽ ആയിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി. അങ്ങനെ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റുമെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.